ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബാക്ടീരിയ ആയിരിക്കും. നമ്മൾ ഈ വളത്തിനകത്തുള്ള പ്രത്യേകത അത് ഈർപ്പമുണ്ടാവും. അതാണ് നനവ്, എപ്പോഴും നനവുണ്ടാകണം. നനവുണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയ ഉണ്ടാവുള്ളൂ. ബാക്ടീരിയ നശിച്ചു പോയാൽ ഈ വളം ഇതെന്തെന്ന് പറഞ്ഞിട്ട് അതിന് ഗുണം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വളം കണ്ടോ, കോഴിവളം നോക്കിയാലും കണ്ടോ, നല്ല ഫുള്ള് ഡ്രൈ ആയ കോഴിവളതാണ്. ഇതാണ് നമ്മൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കുന്നതിനകത്ത് ഉപയോഗിക്കുന്ന കൾച്ചർ കണ്ടോ. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഒരു ലെയർ ഇട്ടു, അതിൻ്റെ മുകളിൽ കോഴിവളം ഇട്ടു, അത് കുറച്ച് നനച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ കൾച്ചർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മുതൽ ഇപ്പം നമ്മൾ ആൾക്കാർ ഇത് മുഴുവൻ കാണുന്ന ചകിരിച്ചോറല്ലേ, ഇത് ഗുണമില്ലെന്ന്. പെട്ടെന്ന് ഒരു മനുഷ്യൻ ഒരു കൃഷിക്കാരൻ കൊണ്ടേ റിസൾട്ട് കിട്ടുന്ന അറിയണമെങ്കിൽ പച്ചക്കറി കിട്ടാൻ. കാരണം പച്ചക്കറിക്കാരെ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാലേ അതിന് ഉൽപ്പാദനം കിട്ടത്തുള്ളൂ. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളം നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ പല ബെഡുകളും ചെയ്തു. ഇപ്പോൾ അപ്പുറത്ത് ഒരെണ്ണം പൊളിക്കാനുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. അപ്പം പുതിയത് നമ്മൾ ഇടുകയാണ്. ഇവിടെ ഇപ്പോൾ തീർന്ന് എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ കെട്ടാൻ വേണ്ടി കയറിട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യും. കയറിടുന്നതെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മേലെ ഇത് ചൂടൊക്കെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടണം. അല്ല പ്ലാസ്റ്റിക് മേലെ നിൽക്കുകയില്ല. അപ്പോൾ അതിന് കെട്ടാൻ വേണ്ടിയാണ് ഈ കയറിങ്ങനെ ഇടുന്നത്. കയറിട്ട് നമ്മൾ ശരിയായ രീതിയിൽ മൂടി കെട്ടി വെക്കണം. അതിൻ്റെ പണിയാണ് ഇപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കയറിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യപടിയായിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റിടും. അടിയിൽ നെറ്റിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിലാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടിയിൽ നെറ്റ് വിരിച്ചു. ആദ്യം നമ്മൾ കയറിട്ടു ഇത് കെട്ടി വെക്കാൻ വേണ്ടി. അതിന് മുകളിൽ നമ്മൾ നെറ്റ് വിരിച്ചു. അടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടി നെറ്റ് വിരിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഷീറ്റ് വിരിച്ചു. ഷീറ്റ് വിരിക്കാൻ വേണ്ടിയൊക്കെ കണ്ടോ, ഭയങ്കര കാറ്റായിരുന്നു. എന്നാ അറിയത്തില്ല, ഭയങ്കര കാറ്റ്. ഞങ്ങൾ അത് ലെവലാക്കാൻ വേണ്ടി കുറേ പണിപ്പെട്ടു. എന്നിട്ട് നമ്മൾ എല്ലാം സൈഡ് 7 അടി 7.5 അടി ഇതിൻ്റെ വീതിയുണ്ട്, 40 അടി നീളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചകിരിച്ചോറ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചകിരിച്ചോറ് അറിയാം, നമ്മളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ തേങ്ങയുടെ ഉൽപ്പാദനം കുറവായതുകൊണ്ട് തൊണ്ടില്ലാത്തതിന് ഒരു ചകിരിച്ചോറ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ചകിരിച്ചോറ് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾ 2 ബെഡ് ഇടുന്നുണ്ട്, ഒന്ന് താഴെ ഇറക്കിയിട്ടുണ്ട് ചകിരിച്ചോറ്. അപ്പം ആദ്യത്തേന് നമ്മൾ ചകിരിച്ചോറ് ഇത് ഇട്ട് ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അതിൻ്റെ മുകളിൽ കോഴിവളം ഇടും. അതിൻ്റെ മുകളിൽ കൾച്ചർ ഇടും. കൾച്ചർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് ഡീകമ്പോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പം വെറുതെ ഇതിന് മുകളിൽ കോഴിവളവും ചകിരിച്ചോറും കൊണ്ട് മിക്സാക്കി ഇട്ടിട്ട് കഴിഞ്ഞാലൊന്നും നമുക്കിത് അതിനകത്ത് വളമായി വരില്ല. ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബാക്ടീരിയ ആയിരിക്കും. നമ്മൾ ഈ വളത്തിനകത്തുള്ള പ്രത്യേകത അത് ഈർപ്പമുണ്ടാവും. അതാണ് നനവ്, എപ്പോഴും നനവുണ്ടാകണം. നനവുണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയ ഉണ്ടാവുള്ളൂ. ബാക്ടീരിയ നശിച്ചു പോയാൽ ഈ വളം ഇതെന്തെന്ന് പറഞ്ഞിട്ട് അതിന് ഗുണം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വളം കണ്ടോ, കോഴിവളം നോക്കിയാലും കണ്ടോ, നല്ല ഫുള്ള് ഡ്രൈ ആയ കോഴിവളതാണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഒന്നും കിട്ടത്തില്ല മുട്ടക്കോഴിയുടെ വളം ഇതുപോലെ. നമ്മൾ ഇവിടെയൊക്കെ ഇതുപോലെ മുട്ടക്കോഴിയുടെ വളങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെയൊക്കെ സാധാരണ ഇറച്ചിക്കോഴിയുടെ വളമാണ് കിട്ടുന്നത്. അത് 30 മുതൽ 45 ദിവസം വരെയാണ് അതിൻ്റെ കാലാവധി. അതിനുള്ളിൽ ഉണ്ടാകുന്ന കാഷ്ടിക്കുന്ന വളമാണ്. അതിന് ക്വാളിറ്റി കുറവാണ്. അത് മാത്രമല്ല അതിനകത്ത് ഇതിനകത്ത് ഹോർമോണും കൂടുതലുണ്ട്. പിന്നെ ചകിരിച്ചോറുണ്ടാവും, പിന്നെ മരപ്പൊടി ഇതൊക്കെ ഉണ്ടാവും. മരപ്പൊടിയൊന്നും നമുക്ക് എല്ലാ ഇതിലും നല്ലതല്ല. അതുകൊണ്ട് അതിന് വില കുറവുണ്ട്. പക്ഷെ നമുക്കിതിന് ഭയങ്കര വിലയാണ്. നമ്മളിവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിലയാവും ഇങ്ങനത്തെ കോഴിവളത്തിന്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വരുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കുന്നതിനകത്ത് ഉപയോഗിക്കുന്ന കൾച്ചർ കണ്ടോ. ഈ സാധനമാണ് ഇത്. 1/2 കിലോയുടെ പാക്കറ്റാണ്. ഇതിനകത്ത് 250 2 കൾച്ചറാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ യോജിപ്പിക്കുകയാണ്. ഉണ്ടോ,
ഇത് 2 ടൈപ്പാണ് വരുന്നത്. ഭയങ്കര സ്മെല്ലാണ്. ഇതൊരു ഒരെണ്ണം ഇതൊരു ഫംഗസൊക്കെ കയറി ഇങ്ങനെ കാണാം ശരിക്ക്. ഇത് കുറച്ചും കൂടെ നൈസായിട്ടുള്ള ഒരു കൾച്ചറിന് ഇതിനകത്ത് മീഡിയക്കകത്ത് ആക്കിയിരിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഉണ്ടോ, ഇത് തവിട് പോലത്തെ ഒരു മീഡിയയാണ്, അതിനകത്തേക്കാണ് ഇത് ആക്കിയിരിക്കുന്നത്. ഇത് നല്ല ശരിക്ക് കൂട്ടി യോജിപ്പിക്കണം 2 കളേഴ്സും കൂടെ. ഇതിങ്ങനെ ശരിക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 കൾച്ചറും കൂടെ 2 ഇതിനകത്ത് യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള സാധനമായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മറ്റേ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഒരു ലെയർ ഇട്ടു, അതിൻ്റെ മുകളിൽ കോഴിവളം ഇട്ടു, അത് കുറച്ച് നനച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ കൾച്ചറിട്ടുകൊണ്ടിരിക്കുകയാണ്. കൾച്ചറിട്ട് ഇത് നനവാണ്, ഇപ്പോൾ കുറച്ച് നനച്ചു. എന്നാലും ഈ കോഴിവളം നല്ല ഡ്രൈ ആയിരിക്കുന്നത് നല്ലോണം വെള്ളം വേണം. ഉണ്ടോ, എല്ലാം എത്രയും നനച്ചതാണ്. ഇനി നമ്മൾ കുറേശ്ശെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇളക്കി മറിക്കുമ്പോഴൊക്കെ നനച്ചുകൊണ്ടിരിക്കുക, എന്നാലേ നമുക്കിത് ആവുള്ളൂ, ഒറ്റയടിക്ക് ആകുകയില്ല. അപ്പോൾ ഇതിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്നത് ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിൽ 2 ഇടും. ഇപ്പോൾ ഇതേ പ്രോസസ്സിക്ക് ഒരു 5 ലെയർ ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഈർപ്പത്തിൻ്റെ കുറവുണ്ട്, നനവ് കുറവായാലും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുകയാണ്. നനച്ചു കൊടുത്തിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഈ പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കയറിട്ട് കെട്ടും. പ്ലാസ്റ്റിക് എത്തിയല്ല, പ്ലാസ്റ്റിക് എത്താതിൻ്റെ മുകളിൽ വേറെ എക്സ്ട്രാ ഷീറ്റും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഇപ്പോൾ ചകിരിച്ചോറ് പുറമേ കാണാനൊക്കെ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം കോഴിവളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഈ വളത്തിൻ്റെയൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇതിൻ്റെ സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സുഹൃത്തായ LICയുടെ ഏജൻ്റ് പറയത്തില്ല, ഡെവലപ്മെൻറ്റ് ഓഫീസറെക്കാളും വലിയ പവറിലാണ്. കാരണം പ്രൊമോഷനൊക്കെ വേണ്ടെന്ന് വെച്ച് അതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞപ്പേട്ടൻ. കുഞ്ഞപ്പേട്ട, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒന്ന് 2 വാക്ക് പറയാം നമ്മുടെ പരിപാടിയെ പറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ വേണം പറയാം. എന്നും കാണുന്ന മനുഷ്യനാണ്, എപ്പം കാണുമ്പോൾ നമ്മുടെ എപ്പോഴും ഒരു പ്രോത്സാഹനം തരുന്നൊരു വ്യക്തിയാണ്. ഞാനിത് ഇതിലെ കൂടെ പോകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി ആയതായിരുന്നു. അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പല രീതിയിലുള്ള ചകിരിച്ചോറ്, കോഴിവളം, ബയോ കമ്പോസ്റ്റർ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതെന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി കാര്യതാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യമായി ഇവരെ വീട്ടിൽ വരും, ഒരുപാട് കൊല്ലങ്ങളായി, നല്ല ബന്ധമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ, ഞാനൊരു LICയുടെ എല്ലാ പോളിസി എടുപ്പിക്കുക, അവരെ കൊണ്ട് അതിന് പൈസ വാങ്ങി കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചിന്താഗതിയില്ല. എല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന കൊടുത്താൽ ഇത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് അറിയാം. ഇത് നമ്മൾ എല്ലാ ചെടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളമാണിത്. അതൊന്ന് പഠിക്കണം, അതിനുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഇത് നമുക്ക് ഈ വളം വെച്ചാൽ നമുക്ക് പച്ചക്കറി മുതൽ ഇപ്പം നമ്മൾ ആൾക്കാർ ഇത് മുഴുവൻ കാണുന്ന ചകിരിച്ചോറല്ലേ, ഇത് ഗുണമായിരുന്നത്. പെട്ടെന്ന് ഒരു മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ കൊണ്ടേ റിസൾട്ട് കിട്ടുന്ന അറിയണമെങ്കിൽ പച്ചക്കറി കിട്ടാൻ. കാരണം പച്ചക്കറി കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാലേ അതിന് ഉൽപ്പാദനം കിട്ടത്തുള്ളൂ. ഇപ്പോൾ തെങ്ങൊക്കെയാണ് നമ്മൾ ഈ വർഷം വളഞ്ഞ് അതിൻ്റെ അടുത്ത വർഷത്തേക്ക് നമുക്ക് അതിന് കിട്ടും. പക്ഷേ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അരവഞ്ചാലൊരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഭയങ്കര വിളവായിരുന്നു പറഞ്ഞു. പച്ചക്കറി കിട്ടും, എല്ലാത്തിനും നല്ല, എല്ലാത്തിനും മസ്റ്റ്. ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ വളത്തിനകത്ത് ബാക്ടീരിയ, ഇതിപ്പോൾ നമ്മൾ കാണുമ്പം ചകിരിച്ചോറ് അല്ലെ കോഴിവളം അല്ല ആട്ടുംവളം ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ബാക്ടീരിയ നിറഞ്ഞിരിക്കും. കോടാനുകൂടി ബാക്ടീരിയകളാണ്. നമുക്ക് മണ്ണിൻ്റെ ആവശ്യമായ ബാക്ടീരിയകൾ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. അത് നമ്മുടെ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അത് പ്രവർത്തിച്ചു കൊടുക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയ എല്ലാം നശിച്ചു പോകും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആടാവും. എല്ലാത്തിനും. പിന്നെ വെച്ചാൽ നമുക്ക് വിഷമില്ലാത്തൊരു ആഹാര സാധനം നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നമുക്കറിയാം 2 വർഷമായ പിന്നെ കവുങ്ങും തൈക്ക് ഇത് ഏത് വർഷം ഏത് പ്രായത്തിലുള്ള ഉപയോഗിക്കാം. എത്ര ഇത് ഇടണം? ഒരു 2 കിലോയെങ്കിലും മിനിമം ഇടണം. കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല. 2 വയസ്സേ ഉള്ളൂ. 2 കിലോ ഇടാം. അത് വെച്ചാൽ നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ ഈർപ്പം വേണം, അല്ലെങ്കിൽ നനച്ചു വെക്കണം.
ഈർപ്പമാണ്. കാരണം ഈ ബാക്ടീരിയ നശിച്ചു പോകുക. കാരണം അതല്ല ഇത് മൂടിയിടുന്നത്. ഇതിപ്പോൾ നമ്മൾ മൂടി ഇതിൻ്റെ മൂടി ഇനി ഷീറ്റ് ഇടും എല്ലാം. ഇതിപ്പം നമ്മൾ നനയ്ക്കാല്ല. ഇനിയിപ്പം നമ്മളൊരു 15-20 ദിവസം ഒരു 2 ദിവസം രണ്ട് ദിവസം കൂടെ നനച്ചാൽ മതി. ഇതിൻ്റെ ഇത് പ്രോസസ്സിങ് ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആകുകയല്ല. ഇനിയിപ്പോൾ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം ഷൂ ഉപയോഗിച്ചാൽ കയറുള്ളൂ. കാരണം തീക്കകത്ത് നിൽക്കുന്നവരായിരിക്കും. ഭയങ്കര ചൂടാണ്. കാരണം എല്ലാവരും നല്ല ഇവരുടെ എക്സ്പോർട്ടാണ്. നമ്മളിപ്പം പറഞ്ഞു കൊടുത്തിട്ട് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം കയറെല്ലാം കെട്ടി നല്ല വൃത്തിയിൽ നല്ല സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാ. ഒരു പ്രദേശം മുഴുവൻ ഇല്ല. അതിപ്പം ഞങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാനായതാണ്. അവിടെ നിൽക്കുന്നത് ആ ഒരു ബട്ടണുണ്ടോ അത് അത് ഓപ്പൺ ആക്കാനായതാണ്. ആയി ഇപ്പോൾ എടുത്ത് നമുക്ക് ആയി. നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ ഇപ്പം ചകിരിച്ചോറ് ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ഇത് 3ാമത്തെ ഇടാൻ വേണ്ടി പോവാ. ഒരു ചാക്കിന് ഒരു 50 കിലോ ചാക്ക് ആയിട്ട് നമ്മൾ കൊടുക്കണം. ചാക്ക് നല്ല ആൾക്കാർ ഉപയോഗിക്കുന്നവർ വീണ്ടും നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. ഇപ്പം ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് കോഴിവളം ഞങ്ങൾ ചേർക്കുന്നുണ്ട്. കോഴിവളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ കോഴിവളം കിട്ടും. അത് ഇറച്ചിക്കോഴിയുടെ വളം. അത് ഞങ്ങൾ ഉപയോഗിക്കില്ല. അതിന് പൈസയും കുറവാണ്. ഒരു ചാക്കെന്ന് പറഞ്ഞാൽ 50 രൂപയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കാണിച്ചായിരുന്നു. ഇവിടെ ഫുള്ള് ചാക്ക് അട്ടിയിട്ടിരിക്കുന്നു. എല്ലാം ഇതിനകത്ത് നിറച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മുട്ടക്കോഴിയുടെ വളം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ്. അതാണ് നല്ല മഴ, ശക്തിയായ മഴയല്ലേ വരാൻ വേണ്ടി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോ ഈ കൗണ്ടേക്ക് കൊണ്ടുപോയി ഇട്ടാൽ ഇത് ശരിയാ. മഴ പെയ്തിട്ടാ മതി. മഴ പെയ്തതിന് ശേഷം ഇട്ടാ മതി. അല്ല, മഴ നിൽക്കാറാകുമ്പോൾ അല്ലല്ല, ഏത് സമയത്ത് ഇടാം. നമുക്ക് ജലാംശം വേണം മണ്ണിൽ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്കിപ്പോൾ ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാറിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നനച്ചു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കാരണം നമ്മൾ വളമെല്ലാം മിക്സ് ചെയ്തു, എല്ലാം മൂടിയിട്ടു, നല്ല ഭദ്രമായിട്ട് ഷീറ്റിട്ട് നമ്മൾ എക്സ്ട്രാ ഷീറ്റും കൂടി ഇട്ട് എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ തുറന്നിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കും. ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം, 4 പ്രാവശ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. കാരണം മൊത്തം ഇളകി വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ബാക്കി പ്ലാസ്റ്റിക്കൊക്കെയാണ്, അതെല്ലാം മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കോട്ടയത്തേക്ക് വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും സാധനമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വരുന്ന സമയത്ത് തരാൻ പറ്റും. തെങ്ങിൻ തൈയൊക്കെ ഉണ്ട്. ഇപ്പോൾ തെങ്ങിൻ തൈയൊക്കെ ഉണ്ട്. ഇതൊക്കെ തെങ്ങിൻ തൈയൊക്കെയാണ്. എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ അടുത്ത്. കമുക്, റബ്ബർ, പിന്നെ എല്ലാ ഫലവൃക്ഷ തൈകളും, പിന്നെ ജൈവവളം വേണ്ടവർക്ക് സ്റ്റോക്കുണ്ട്. അതും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കാരണം അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാം നമ്മൾ ഓപ്പൺ ആക്കാനുള്ളതാണ്. നമ്മുടെ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.